ഈ പിതാവും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു കുടുംബം വളരെ സന്തോഷത്തോടു കൂടിയിട്ടൊരു യാത്രയിലാണ്, ഒരു കാറിലാണ് യാത്ര. ഇതിനിടയിൽ ഭാര്യയുമായിട്ട് വഴക്കിട്ടു. ഭാര്യയുമായിട്ട് നിരന്തരം വീടുകളിൽ വഴക്കുണ്ട്. ആ വഴക്കിനൊടുവിലാണ് യാത്രക്കിടയിലും വഴക്കിട്ടത്. സഹിക്കെട്ടപ്പോൾ ഭാര്യ കാറ് നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തിയിട്ട് ഭാര്യ പറഞ്ഞു, ഇനി നിങ്ങളോടൊപ്പം എനിക്ക് യാത്ര ചെയ്യാനില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യ അവിടെ നിന്ന് ഇറങ്ങി ഒരു ബസ് കയറി വീട്ടിലേക്ക് പോന്നു. നിസ്സഹായനായ ഈ ഭർത്താവ് ഈ രണ്ട് പെൺകുട്ടികളും ഒത്തിട്ട് യാത്ര തുടർന്നു. യാത്ര ഒരു വനത്തിനുള്ളിലെത്തി. ആ വനത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അയാളുടെ മനസ്സ് വല്ലാതെ സംഘർഷഭരിതമായിരുന്നു. അയാൾ ആ വാഹനം നിർത്തിയിട്ട് ആ രണ്ട് മക്കളെ, ആ രണ്ട് പെൺകുട്ടികളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി കത്തിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എൻ്റെ ഭാര്യ എൻ്റെ ജീവിതം തകർത്തു, ഞാൻ എൻ്റെ മക്കളെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു, എന്നെ വെടിവെച്ച് കൊന്നേക്കൂ, എന്നെ തൂക്കിക്കൊന്നേക്കൂ, എന്നെ ശിക്ഷിച്ചേക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാഹുൽ എന്ന പേരുള്ള ഈ യുവാവ് സ്റ്റേഷനിലെത്തിയത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്, അതിദാരുണമായ സംഭവം. ദമ്പതികൾ തമ്മിലുള്ള വഴക്ക് കൊണ്ടെത്തിക്കുക മക്കളുടെ മാനസിക ആരോഗ്യത്തിലാണ്. ഇവിടെ ഇതാ മക്കളുടെ രണ്ട് ജീവിതം പോയി. ഭാര്യയും ഭർത്താവും തമ്മിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെ അനുഭവിക്കുന്നത് ആരാണ്? സത്യത്തിൽ മക്കളാണ്. ഈ അടുത്തൊരു സിനിമ ഇറങ്ങി. ആ സിനിമ ആഭ്യന്തര കുറ്റവാളി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആസിഫ് അലിയാണ് നായകൻ. ആ സിനിമയിലും സമാനമായ രംഗമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം. ആ ഭർത്താവായ അച്ഛനെക്കുറിച്ച് മക്കളോട് പറഞ്ഞേക്കുന്നത് അച്ഛനക്ക് ഭ്രാന്താണെന്നാണ്. ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും ആ പിതാവിന് ദാമ്പത്യ പ്രശ്നങ്ങൾക്കിടയിൽ കഴിയുന്നില്ല. ഒടുവിൽ കാണുമ്പോൾ പറയുന്നത് അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ് മകൾ മാറി നിൽക്കാൻ. അതിൽ ആ കഥാപാത്രം ചെയ്ത സിദ്ധാർത്ഥ് ഭരതൻ പറയുന്നൊരു വാക്കുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനിക്കുന്നത് ഭാര്യയും ഭർത്താവും മാത്രമല്ല, അതിനിടയിലുള്ള കുഞ്ഞുങ്ങളാണെന്നുള്ളത്. സത്യത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒന്നിച്ചു ചേരുന്ന ഒരു മനഃശാസ്ത്രമുണ്ട്, ഒന്നിച്ചു ചേരുന്ന ഒരു വൈബുണ്ട്. ആ വൈബില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവർ ദുരിതത്തിലായിരിക്കും. ഒരു നല്ല കൗൺസിലിങ്ങിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ഒരുപാട് ഫാമിലികൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. വരുമ്പോൾ രണ്ടുപേരും ഇന്ത്യയും പാകിസ്ഥാനും പോലെ ശത്രുക്കളായിട്ടാണ് വരാം. പക്ഷേ കൃത്യമായിട്ട് 2-3 കൗൺസിലിംഗ് കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഒന്നിച്ചു വരുന്ന സന്ദർഭങ്ങൾ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. നേരെയാക്കിയാൽ നേരെയാകാവുന്നത് മാത്രമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ. പക്ഷേ പലപ്പോഴും അത് അവർ തന്നെ പറഞ്ഞുണ്ടാക്കി കുടുംബക്കാരിടപെട്ട് ആ പ്രശ്നം വഷളാക്കുകയാണ് ചെയ്യുക.